പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ട മറിയത്തെക്കുറിച്ചുള്ള വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മറിയത്തെക്കുറിച്ചുള്ള ആ ടോക്കില് അതിനുശേഷം ചില വ്യക്തികൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളല്ല പറയേണ്ടത്, വചനത്തിനും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിനും യോജിച്ച വിധത്തിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളല്ല പറയേണ്ടത് എന്ന്. ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല ഈ ടോക്കിലൂടെ ഞാൻ പറയുക. എൻ്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങള്, പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അത് സ്വപ്നത്തിലോ അല്ലെങ്കിൽ നേരിട്ട് തരുവോ അങ്ങനെയൊന്നും ചെയ്തതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ, ഇതെല്ലാം കൂട്ടിയിണക്കി എൻ്റെ ഉള്ളിൽ വന്ന ചിന്തകളിൽ എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ ഞാൻ അത് പങ്കുവയ്ക്കാറുള്ളൂ. എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ തോന്നലുകളോ ഒന്നുമല്ല, മറിച്ച് വചനവുമായിട്ടും സഭയുടെ പാരമ്പര്യമായിട്ടും ചേർന്ന് പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് മറിയം പരിശുദ്ധ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? പരിശുദ്ധയാണോ? ജന്മപാപം ഇല്ലാത്തവളായി ജനിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം എന്താണ്? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയായിട്ട് ചിന്തിക്കുക. മറിയത്തെ നിത്യ കന്യക എന്ന് സഭ വിശേഷിപ്പിക്കുന്നുണ്ട്. മറിയം എങ്ങനെയാണ് ഈശോയുടെ ജനനത്തിന് ശേഷവും അവൾ കന്യകയായി തന്നെ അറിയപ്പെടുക? പല സമൂഹങ്ങളും സഭകളും പറയാറുണ്ട്, ഈശോയുടെ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു, ഈശോയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ കന്യകാത്വം നഷ്ടപ്പെട്ടു, സാധാരണ ഒരു സ്ത്രീയാണ് മറിയം എന്നൊക്കെ പറഞ്ഞ് ആ പരിശുദ്ധ മറിയത്തെ കൊച്ചാക്കി, അല്ലെങ്കിൽ പരിശുദ്ധ മറിയത്തെ ചെറുതാക്കി കാണുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തില് 22-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നമുക്കറിയാം, അവിടെ പറയുന്നൊരു വാക്ക് കന്യക എന്നാണ്, സ്ത്രീ ഗർഭം ധരിച്ചെന്നല്ല. അപ്പോൾ കന്യക, സ്ത്രീ എന്നുള്ള വാക്കിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിന്റെ 7-ാമത്തെ അധ്യായത്തില് 34 തിരുവചനം. അവിടെ ഇപ്രകാരമാണ് പറയുക: അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരാണ്. ഇവിടെ 2 വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുക. ഒന്ന്, അവിവാഹിതയായ സ്ത്രീയും കന്യകയും. ഇപ്പൊ 2 രീതിയിലാണ് ഒരു സ്ത്രീയെ അവിടെ വിശേഷിപ്പിക്കുക, അവിവാഹിതയായ സ്ത്രീയും കന്യകയും. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. സ്ത്രീ എന്ന് പറയുന്ന, അവിവാഹിതയായ സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ വിവാഹം കഴിക്കുവാനുള്ളവളാണ്, കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവളാണ്. എന്നാൽ കന്യക എന്ന് പറയുന്നത് അത് നിത്യ കന്യകയായിട്ട് വ്രതമെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ത്രീകളെയാണ് കന്യക എന്ന് വിശേഷിപ്പിക്കുക. 1 കൊറിന്തോസ് 7-ാം അധ്യായം അതിന്റെ 38-ാമത്തെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. തന്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു, എന്നാൽ വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ്. അതായത് തന്റെ കന്യക എന്ന് പറയുമ്പോൾ അവിടെ 2 വ്യക്തികളെയാ അവിടെ ഉദ്ദേശിക്കുക. തന്റെ കന്യകയെ, വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വിവാഹം ചെയ്യുന്ന ഒരു പുരുഷനെയും ആ പുരുഷനെ ഉദ്ദേശിച്ചാണ് തന്റെ കന്യക എന്ന് പറയുന്നത്. തന്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു. പഴയ കാലഘട്ടത്തിലെ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പൊക്കെ ആ സമയത്ത് ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച അനേക സ്ത്രീകളുണ്ട്. അതായത് ഇന്ന് സിസ്റ്റേഴ്സിനെ പോലെ തന്നെ നിത്യ കന്യകയായി ജീവിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധ മറിയവും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, തന്റെ കന്യകയെ വിവാഹം ചെയ്യുന്നവൻ ഉചിതമായി പ്രവർത്തിക്കുന്നു. അപ്പൊ കന്യകയെ വിവാഹം ചെയ്യണം. പക്ഷെ പിന്നീട് എന്താണ്? അതിനുശേഷം നമ്മൾക്ക് കാണാൻ സാധിക്കും 37-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ ആത്മസംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും
തന്റെ കന്യകയെ തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നെങ്കിൽ അവന്റെ പ്രവൃത്തി ഉത്തമമാണ്. നമുക്ക് യോസേപ്പ് പിതാവിനെ, ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ, ജോസഫ് നീതിമാനായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിച്ച, ദൈവ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. അത്രമാത്രം സഭ ജോസഫിനെ നീതിമാൻ എന്നാണ് വിളിക്കുക. ഇവിടെ പറയാണ് അവൻ ഉത്തമനാണ്. തന്റെ കന്യകയായി തന്നെ നിലനിർത്തുന്നവര്, അതിന് തീരുമാനമെടുക്കുന്നവര്, അവർ ഉത്തമരായ വ്യക്തികളായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈശോ ജനിക്കുവാൻ വേണ്ടി, ഈശോയ്ക്ക് ഭൂമിയിൽ ജന്മം നൽകുവാൻ വേണ്ടി ഒരു തലമുറയെ വാർത്തെടുത്ത ദൈവം ഒരു ഉത്തമനായ പുരുഷനെ തന്നെയാണ് യേശുവിന്റെ അച്ഛനായിട്ട്, വളർത്തച്ഛനായിട്ട് അവിടെ നിന്ന് തെരഞ്ഞെടുക്കുക. യോസേപ്പ് ഒരു ഉത്തമനായ പുരുഷനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം ഉത്തമനായ ഒരു വ്യക്തി തീർച്ചയായിട്ടും തന്റെ ഭാര്യയെ കന്യകയായി തന്നെ സംരക്ഷിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഥവാ അല്ല എങ്കിൽ അങ്ങനെ ഒരു ദമ്പതികളെ ഈശോയ്ക്ക് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുക്കുകയില്ല. കാരണം ഈശോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. അത് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ, ആ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഉത്തമരായ രണ്ട് ജീവിത പങ്കാളികളിൽ നിന്നും, ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും വേണം ആ ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജന്മം നൽകുവാനും. അതുകൊണ്ട് ഉത്തമരായവരെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്ന വ്യക്തിയാണ് യോസേപ്പ്. അതുകൊണ്ടാണ് മറിയം ഗർഭിണിയായി അറിഞ്ഞപ്പോൾ യോസേപ്പ് മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായത്. അത് എന്തുകൊണ്ട് ആണ്? മറിയത്തോടുള്ള അവിശ്വസ്തത കൊണ്ടല്ല, മറിച്ച് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാല് അവളെ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് അന്നത്തെ നിയമം. അപ്പോൾ ഈ ജോസഫുമായിട്ട് വിവാഹം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മറിയം, അവൾ വിവാഹത്തിന് മുൻപേ ഗർഭിണിയാണെന്ന് നാട്ടുകാരറിഞ്ഞാൽ, ആ സമൂഹം അറിഞ്ഞാൽ മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പൊ ഈ ഒരു അവസ്ഥ യോസേപ്പിന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് യോസേപ്പ് ഈ മറിയത്തെ ഉപേക്ഷിക്കാനും ഒളിച്ചു പോകാനും, അതായത് ആ നാട്ടിൽ നിന്ന് പോകുവാൻ യോസേപ്പ് തീരുമാനിക്കുക രാത്രിയിൽ. അപ്പൊ ഇങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഗബ്രിയേൽ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് ഈ യോസേപ്പ് ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചത്? മറിയത്തോടുള്ള അവിശ്വസ്തതയല്ല, മറിച്ച് യോസേപ്പ് ഉപേക്ഷിച്ചു പോയാൽ സമൂഹത്തിലുള്ളവർ പറയും, ആ സമൂഹത്തിലുള്ളവരെ എപ്പോഴും യോസേപ്പിനെ കുറ്റപ്പെടുത്തുകയുള്ളൂ. കാരണം യോസേപ്പ് പടി പറ്റിച്ചിട്ട് നാട് കടന്നു, ആ സ്ത്രീയെ ചതിച്ചിട്ട് അവൻ നാട് കടന്നിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം മറിയത്തോടുണ്ടായിരിക്കില്ല. കാരണം മറിയവുമായിട്ട് വിവാഹം ചെയ്തു വെച്ചിരിക്കുന്ന യോസേപ്പാണ് തെറ്റുകാരൻ എന്ന് സമൂഹം വിലയിരുത്തും. അതുകൊണ്ടാണ് ജോസഫ് ആ കുറ്റം തന്റെ മേൽ ആരോപിക്കട്ടെ, മറിയത്തിന്റെ മേൽ. കാരണം മറിയത്തെ ജോസഫിന് നന്നായിട്ട് അറിയാം, മറിയം തെറ്റ് ചെയ്യില്ല എന്നറിയാം. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് ജോസഫിന് അറിയില്ലാത്തത് കൊണ്ടും, ഇതെങ്ങനെ ഇതിന്റെ അവസാനം മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലുമോ എന്നുള്ള ഭയം കൊണ്ടും ഈ ജോസഫ് ആ കുറ്റം മറിയത്തിൽ നിന്ന് ഏറ്റെടുക്കുക. താൻ തെറ്റ് ചെയ്തിട്ട് താൻ മുങ്ങിയതാണെന്നുള്ള ആ ഒരു രീതിയിൽ യോസഫ് തെറ്റ് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗബ്രിയേൽ ദൂതൻ രാത്രിയിൽ പറയുക, ഇതാ സ്വപ്നത്തില് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായിരിക്കുന്നത്. അപ്പൊ ജോസഫിന് വീണ്ടും കുറച്ചുകൂടെ തീക്ഷ്ണതയായി. കാരണം ആ മറിയത്തെ സ്വീകരിക്കുവാൻ ദൈവം പറയാണ്, മറിയത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. കാരണം ജോസഫ് നീതിമാനായതുകൊണ്ട് ദൈവ സംരക്ഷണം അവർക്കുണ്ട് എന്ന് ജോസഫിന് മനസ്സിലായതുകൊണ്ട് ജോസഫ് തന്റെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായി. അതിനുശേഷം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കന്യകയെ തന്നെ നിലനിർത്തിയിരുന്ന ജോസഫിന്റെ സവിശേഷ ഗുണങ്ങള്. പിന്നീട് നമുക്കറിയാം, ഈശോ ജനിച്ചതിന് ശേഷം അവിടെ പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ക്രിസ്തു ജനിക്കുന്നത് വരെ ജോസഫ് അവളെ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ക്രിസ്തു ജനിച്ചതിന് ശേഷം അറിഞ്ഞു എന്നുള്ള അർത്ഥം തന്നെ അവിടെ വരുന്നത്. ഈ അറിവ് എന്ന് പറയുന്നത് മറിയത്തിന്റെ ശത്രുക്കളായ ചിന്തയുള്ള പല വ്യക്തികളും ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. കാരണം അത്രമാത്രം ലോകത്തോട് ആഗ്രഹവും ലൗകിക ചിന്തകളോട് ആഗ്രഹവുമുള്ള രണ്ട് വ്യക്തികളാക്കി ഈ പറഞ്ഞ മരിയ വിരുദ്ധര് മാതാവിനെയും യോസേപ്പ് പിതാവിനെയും ചിത്രീകരിക്കുന്നു. കാരണം യേശുവിന്റെ അപ്പനെയും അമ്മയും അത്രമാത്രം വിലകെട്ടവരായിട്ട് ചിത്രീകരിക്കുന്ന സമൂഹം നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ മറിയത്തെ ഇതാണ് പറയുന്നത്. അതിനുശേഷം മറിയത്തിന് മക്കളുണ്ട്. കാരണം യോസേപ്പും മാതാവും വ്രതമെടുത്തവരായിരുന്നു. മാതാവ് കന്യകയായിട്ട് ജീവിക്കുവാനും യോസേപ്പ് ആ കന്യകയെ സംരക്ഷിക്കുവാനും വേണ്ടി മാത്രം കർത്താവിന് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ട ജീവിതമായിരുന്നു യോസേപ്പിന്. അപ്പോൾ ഇവരെ
വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എപ്പോഴും പരിശുദ്ധ മറിയത്തിന്റെ ശത്രുക്കളായിരിക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുക, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന്. അപ്പൊ ജോസഫ് അതിനുശേഷം ഈ ശിശുവിന്റെ ജനനത്തിന് ശേഷം മറിയത്തെ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചെന്നാല്, ഈ ശിശു ഉദരത്തിൽ ഉരുവായത് തന്നെ കന്യകയായിരിക്കെ തന്നെയാണ്. പരിശുദ്ധ മറിയം കന്യകയായിരിക്കെ തന്നെയാണ്. ആ കന്യകാത്വം നഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ മറിയം ഗർഭിണിയായി കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെ ആ പരിശുദ്ധ മറിയം ശിശുവിനെ ഗർഭം ധരിക്കുന്നതും ഭൂമിയിലെ ജന്മം കൊടുക്കുന്നതും ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു സ്ത്രീ തന്റെ പുത്രനെ പ്രസവിക്കണമെങ്കിൽ ആ സമയത്ത് വേറെ ആരുമില്ല സഹായിക്കാന്. ഒരു ഹോസ്പിറ്റലിൽ പോയില്ല, ഒരു കാലി തൊഴുത്തിൽ ഒരു ഗുഹയുടെ ഉള്ളില് ജോസഫും മാതാവും തനിച്ചുണ്ടായിരിക്കുമ്പോൾ ഇതാ ആ മറിയം ശിശുവിന് ജന്മം കൊടുക്കുക. ഒരു പിള്ള കച്ചയില് പൊതിഞ്ഞ ശിശുവിനെ അവിടെ കിടത്തിയിരിക്കുന്നതായിട്ട് രാജാക്കന്മാർ കാണുന്നു. ആ ശിശുവിന് ജന്മം കൊടുക്കുമ്പോൾ അതിന്റെ സുരക്ഷിതത്വം അത് പരിശുദ്ധാത്മാവാണ് ആ ശിശുവിന് അവിടെ ജന്മം നൽകിയത്. ഇത് യൗസേപ്പ് നേരിൽ കാണുവാന്, അല്ലെങ്കിൽ യൗസേപ്പ് മറിയത്തോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് യൗസേപ്പിന് മറിയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ശിശു ജനിക്കുന്നത് വരെ യൗസേപ്പിന് മാതാവിനെ അത്രമാത്രം അറിവില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടി നടന്ന അത്ഭുതങ്ങള്, 3 രാജാക്കന്മാരുടെ വരവ്, ആ ക്രിസ്തുവിന്റെ ജനനം, ഇതെല്ലാം ജോസഫിനെ കൂടുതൽ ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചു. അപ്പോഴാണ് കൂടുതൽ മറിയത്തെ ജോസഫ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ മറിയം എപ്പോഴും കന്യകയായിരുന്നു. മറിയം ഗർഭിണിയാകുന്നതിന് മുൻപ് കന്യകാത്വം സ്വീകരിച്ചവളാണ്, നിത്യവ്രതം എടുത്തവളാണ്. വിവാഹ നിശ്ചയം ചെയ്തപ്പോഴും ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ല, കാരണം ഞാൻ നിത്യവ്രതം എടുത്തവളാണ്. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, കാരണം നിന്റെ വ്രതത്തിന് ഒരു മാറ്റവും വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മാവാണ് നിന്നെ പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ഒരു പുരുഷനല്ല. അതുപോലെ പരിശുദ്ധാത്മാവാണ് ഇനി നിന്റെ ജീവിതത്തിലെ മുൻപോട്ട് ഓരോ നിമിഷങ്ങളിലും പ്രവർത്തിക്കുവാൻ പോകുന്നത്. അപ്പോൾ മറിയത്തിന് അപ്പോഴും ഒരു സംശയം വന്നുകൊണ്ടാണ് വീണ്ടും ഗബ്രിയേൽ മാലാഖയോട് ചോദിക്കുകയും ആ ഗബ്രിയേൽ മാലാഖയുടെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ ഹിതത്തിന് വഴങ്ങി കൊടുക്കുകയും ചെയ്തു, ഇതാ കർത്താവിന്റെ ദാസി എന്ന്. പിന്നീട് നടക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ, എലിസബത്തിന്റെ അടുക്കലേക്ക് പോകുന്ന മറിയം പിന്നീട് അവിടെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന് ശിശു കുതിച്ചു ചാടുന്നു. നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നു, ആ ശിശു പരിശുദ്ധാത്മാവ് നിറയുന്നു. യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? അപ്പൊ ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാം. പക്ഷെ യോഹന്നാന്റെ സ്നാനം അത് സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? യോഹന്നാൻ ഈ മാമോദീസ കൊടുക്കുന്നതും, യോഹന്നാൻ ഈ അധികാരം കിട്ടിയതും അത് സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ? ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ ഞാനും ഇതിന്റെ മറുപടി പറയാം എന്ന് യേശു പറയുന്നു. അവർക്ക് അതിന്റെ ഉത്തരം പറയാൻ സാധിച്ചില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് എന്ന് പറയാനോ ഭൂമിയിൽ നിന്ന് എന്ന് പറയാനോ അവർക്കത് അറിയില്ല. പിന്നെ എവിടെ നിന്നാണെന്ന് യേശുവിനറിയാം. അതെവിടെ നിന്നാണ്? അത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാലാണ്. എലിസബത്തിന്റെ ഉള്ളില് ശിശുവിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തു. അന്ന് തൊട്ട് യോഹന്നാന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എലിസബത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. പിന്നീടാണ് യോഹന്നാന്റെ ജീവിതത്തിൽ മാമോദീസ കൊടുക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും യേശുവിനെ വഴിയൊരുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കന്യകയായി ജനിച്ച പരിശുദ്ധ മറിയം, കന്യകയായി ജീവിക്കുന്ന പരിശുദ്ധ മറിയം ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷവും അവൾ കന്യകയായിട്ട് തന്നെ ജീവിച്ചു. കാരണം അവളൊരു സാധാരണ സ്ത്രീ ആയിരുന്നു എങ്കിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവളൊരു സാധാരണ സ്ത്രീ അല്ലാതെ ആയി. അതിന്റെ കാരണം നമുക്കറിയാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറയുന്നവരെ മറിയത്തിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷം യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് 12-ാം വയസ്സിൽ ഈശോ കൂടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചവർ ദേവാലയത്തിൽ ചെന്നപ്പോൾ ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് മറിയവും യോസേഫും കാണുന്നത്. അപ്പം മാതാവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മകനെ, നീ ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിച്ച് ഇതാ നിന്നെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ വിഷമിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം അവിടെ മാതാവിന് കൃത്യമായിട്ട് അറിയായിരുന്നു ഈശോയ്ക്ക് അതിനുള്ള സമയമായിട്ടില്ല, തന്റെ പരസ്യ ജീവിതം തുടങ്ങാനുള്ള സമയം ഈശോയ്ക്ക് ആയിട്ടില്ല എന്ന് മാതാവിന് അറിയാമായിരുന്നു. കാരണം മാതാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണെങ്കിൽ ആ പരിശുദ്ധാത്മാവാണ് യേശുവിനെ ഈ ഭൂമിയിൽ ജന്മം നൽകിയതും ആ ജനിച്ച അന്ന് തൊട്ട് യേശുവിനെ
നല്ല വഴിയിലൂടെ കൊണ്ടുപോകുന്നതും ദൈവവചനം സ്വർഗവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതും ഈ പരിശുദ്ധാത്മാവാണ്. അന്ന് യേശുവിൽ 12 വയസ്സിൽ ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടില്ല. ഈശോ ദൈവപുത്രനാണെങ്കിലും ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ ആ വ്യക്തിത്വങ്ങള് സ്വർഗവുമായിട്ട് ബന്ധമുണ്ടാവുകയുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞാല്, ഈ പറഞ്ഞ മറിയം തന്നെ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് തന്നെ ജനിച്ച്, അവൾ സ്വർഗത്തിലുള്ളവളായിരുന്നെങ്കിലും സ്വർഗത്തിലെ അവസ്ഥയായിരുന്നെങ്കിലും ആ അവസ്ഥയിൽ നിന്നും ഭൂമിയിൽ വന്ന് ജനിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ, സാധാരണ പെൺകുട്ടിയെ പോലെ ജീവിച്ചു. അവൾ സ്വർഗത്തിലായിരുന്നു എന്നൊന്നും അവൾക്കറിയില്ല. പക്ഷെ ഒന്ന് അറിയാം, അവൾ ദൈവവിശ്വാസത്തിൽ വളർന്നു. ദൈവമുണ്ടെന്നും ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. പക്ഷെ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ആളാണെന്നോ അല്ലെ സ്വർഗത്തിൽ തന്റെ വില എന്താണെന്നോ അറിയാത്തവളായിരുന്നു ആ മറിയം എന്ന് പറഞ്ഞ കൊച്ചു പെൺകുട്ടി. പിന്നീട് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് സ്വർഗവുമായിട്ടുള്ള ബന്ധം ഈ മറിയത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ റൂഹാക്ഷണ പ്രാർത്ഥന വരെ തിരുവോസ്തി, സാധാരണ ഓസ്തിയാണെങ്കിൽ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് മാറും. പരിശുദ്ധാത്മാവ് സ്വർഗവും ഭൂമിയായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാഗ്ദാനം ചെയ്യും. അതുവരെ ചില വ്യക്തികളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈശോ പറയുന്നത്, നിങ്ങളിലേക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സ്വർഗവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇല്ലാത്ത വ്യക്തികൾക്ക്, കാര്യം സ്ഥൈര്യലേപനം സ്വീകരിച്ചാലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത വ്യക്തികൾക്ക് അവർക്ക് തന്റെ ജീവിതത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കില്ല. താൻ എന്തിനു ജീവിക്കുന്നു. അങ്ങനെയുള്ളവരാണ് നിരാശയിലും വിഷമത്തിലും വേദനയിലും ആത്മഹത്യയിലേക്ക് വരെ ചാടുന്ന ക്രിസ്ത്യാനികൾ, കത്തോലിക്കര് വരെ, മാമോദീസ മുങ്ങിയ കത്തോലിക്കര് വരെ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന്റെ കാരണം അതാ. അവർക്ക് ലക്ഷ്യബോധമില്ല, അവർക്ക് സ്വർഗവുമായിട്ട് ബന്ധമില്ല. സ്വർഗവുമായിട്ട് ബന്ധമുള്ളവർ ഒരിക്കലും തന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുകയില്ല. അപ്പോ പരിശുദ്ധാത്മാവ് ഒന്ന് നിറയുക തന്നെയല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സ്വർഗവുമായിട്ടുള്ള ബന്ധമാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീടുകളിലെല്ലാം വൈദ്യുതി ഉണ്ട്. ഈ വൈദ്യുതി നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പവർ ഹൗസിൽ നിന്നാണ്. അത് ലൈൻ കമ്പിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വയറിങ് കണക്ഷൻ എടുക്കും. അതിനുശേഷം നമ്മുടെ വീട്ടിലെ ലൈറ്റ് ഫാനുകളൊക്കെ തെളിയുമ്പോൾ കറണ്ട് ഉള്ള സമയത്ത് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഈ ലൈനിന് കംപ്ലൈന്റ് ആയി, അല്ലെങ്കിൽ നമ്മുടെ വയറിങ് കംപ്ലൈന്റ് ആയി, അല്ലെങ്കിൽ പവർ ഹൗസിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഈ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയില്ല. അത് പ്രവർത്തിക്കണമെങ്കിൽ ഈ പവർ ഹൗസുമായിട്ടുള്ള ബന്ധം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുടുംബത്തില് പ്രകാശം ഉണ്ടാവുകയുള്ളൂ, ഫാൻ വർക്ക് ചെയ്യുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് പാപത്തിന്റെ മേഖലകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നാം സ്വർഗവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. പാപത്തിന്റെ മേഖലകളിൽ സ്വർഗവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പലപ്പോഴും കുമ്പസാരം, കുർബാന, ഈശോ കരുണയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതിലൂടെ പാപത്തിന്റെ മേഖലകൾ നഷ്ടപ്പെട്ടാൽ വീണ്ടും നമുക്ക് സ്വർഗവുമായിട്ടുള്ള ബന്ധമുണ്ടാവും. അപ്പൊ പരിശുദ്ധ മറിയത്തിന് ഇതുപോലെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സ്വർഗവുമായിട്ട് ബന്ധമുണ്ടായി. 12-ാം വയസ്സിൽ ഈശോ തന്റെ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ പരിശുദ്ധ മറിയം അവിടെ തടസ്സപ്പെടുത്തി. കാരണം ഈശോ അന്ന് വരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണം എന്ന് പറയുന്നത് യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നാണ്. അപ്പൊ അവിടെ യോഹന്നാൻ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് നീ മാമോദീസ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്ഥൈര്യലേപനം സ്വീകരിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും സാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് ഇപ്പോൾ ആവശ്യമാണ്. ഇത് പ്രവചനം പൂർത്തിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ നടപടികൾ നടക്കണമെങ്കിൽ ഇത് ഇപ്പോൾ ആവശ്യമാണ്. എന്താണ്? ആ മാമോദീസ സ്നാനം സ്വീകരിച്ച അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഈശോയിൽ വന്ന് നിറഞ്ഞ, ഈശോ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ പോലും ഭൂമിയിലുള്ള ഈശോയുമായിട്ടുള്ള ബന്ധം പരിശുദ്ധാത്മാവ് അവിടെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോ പിന്നീട് പോകുന്നത് തന്റെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാന് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തന്റെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാനും
ദൈവവചനം പ്രഘോഷിക്കാനുള്ള ഒരുക്കവുമായിരുന്നു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അതിനുശേഷമാണ് ഈശോ ഇത് അത്ഭുത പ്രവർത്തികൾ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞതുകൊണ്ട് ഇറങ്ങുക. കാനയിലെ കല്യാണ വേദിയില് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ തയ്യാറായത്. 12-ാം വയസ്സിൽ അമ്മ പറഞ്ഞതുകൊണ്ടാണ് തന്റെ പരസ്യ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് മാറി നിന്നത്. പരിശുദ്ധ അമ്മ സ്വർഗത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയാണ് യേശുവിനെ വഹിച്ചിരുന്നത് എങ്കിൽ ആ യേശുവിന്റെ ജീവിത രീതികളും നിയന്ത്രിച്ചിരുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് വരെ ഈശോയെ നിയന്ത്രിച്ചിരുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഈശോയുടെ മാതാവിന് ദൈവത്തിന്റെ മാതാവ് എന്ന സഭ വിശേഷിപ്പിക്കുക. അതുകൊണ്ടാണ് വചനം 12-ാം വയസ്സിൽ ഈശോ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചെന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അമ്മ പറയുന്നത് അനുസരിച്ച് യോസേപ്പ് പിതാവിനോട് ചേർന്ന് അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന ദൈവപുത്രനായ ഒരു മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു. ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷമാണ് ഈശോയും സ്വർഗവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതും അതിലൂടെയാണ് പിന്നീട് ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും. ആ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ അനുവാദത്തോടു കൂടിയാണ്, പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. 12-ാം വയസ്സിൽ അമ്മ പറഞ്ഞു, മകനെ, ഇപ്പോൾ നീ ഇറങ്ങരുത്, നീ ഞങ്ങളുടെ കൂടെ വരിക, നിന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് യേശുവിനെ കൂടെ കൊണ്ടുപോയ പരിശുദ്ധ മറിയം തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പറയുന്നു, ഇതാ നിന്റെ സമയമായി. പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്തു കൊള്ളുക, അവൻ പ്രവർത്തിക്കാൻ പോവുകയാണ്, തന്റെ പരസ്യ ജീവിതം തുടങ്ങുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മയാണ് യേശുവിനെ തന്റെ ജീവിതകാലത്തിൽ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. യേശുവിന്റെ ജനനം മുതൽ മരണം, ഉത്ഥാനം വരെ പരിശുദ്ധ അമ്മ യേശുവിനെ വഹിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ ദൗത്യം തീരുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ കരങ്ങളിലേക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ്. അതിനുശേഷമാണ് തന്റെ മടിയില് തന്റെ പുത്രന്റെ ആ ശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക്, ഒരു സാധാരണ സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല സ്വന്തം പുത്രൻ രക്തത്താൽ കുളിച്ചു കിടക്കുമ്പോൾ ആ കുരിശന്റെ ചുവട്ടിൽ നിൽക്കുവാനും അതുപോലെ ആ ശരീരം മടിയിൽ വെച്ചുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് ഈ മനുഷ്യനെ, ഈ ക്രിസ്തുവിനെ നൽകുവാനും ഒരു സാധാരണ സ്ത്രീക്ക് സാധിക്കുകയില്ല. ആ മറിയത്തിന് മാത്രമേ ഈ ലോകത്തില് തന്റെ പുത്രനെ ഇതുപോലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു പുത്രനെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഇല്ലാതെ സംസാരിക്കുന്നതെല്ലാം പൈശാചികമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ അത് വചന അധിഷ്ഠിതമായിരിക്കണം. അത് സഭയോട് ചേരുന്ന, വചനത്തോട് ചേർന്നതായിരിക്കണം, സഭയോട് ചേർന്നതായിരിക്കണം, സഭ പാരമ്പര്യങ്ങളോട് ചേർന്നതായിരിക്കണം. അപ്പൊ മറിയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവിലാൽ നിറഞ്ഞുകൊണ്ട് മറിയം ഉദ്ഘോഷിക്കുകയാണ്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധാത്മാവ് പറയുകയാണ്, സകല തലമുറകളും ഇവളെ, പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയുന്നതുകൊണ്ട് അത് പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് തിരുവചന ഭാഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. ഈ പൗലോസ്ലീഹ, പത്രോസ്ലീഹ, യാക്കോബസ്ലീഹ അവരൊക്കെ സുവിശേഷം എഴുതിയിട്ടുണ്ടെങ്കിൽ, സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് അവരിലൂടെ സംസാരിക്കുകയും പ്രഘോഷിക്കുകയും ഈ വചനം എഴുതുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ ആ സഹായത്താൽ പ്രഘോഷിക്കുകയാണ്, ഇനി മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാന്, ഈ മറിയത്തെ പ്രകീർത്തിക്കുവാന് ഇന്ന് സമൂഹത്തിൽ പലർക്കും സാധ്യമല്ലെങ്കിൽ അത് ചിന്തിച്ചു കൊള്ളുക. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. അവരുടെ സഭയുടെ സമൂഹത്തിന്റെ പേരൊക്കെ ചിലപ്പം പരിശുദ്ധാത്മാവിന്റെ പേര് കൂട്ടിയുള്ളതായിരിക്കും. അതുകൊണ്ട് ഈശോ പറയുന്നത്, എന്റെ നാമത്തിൽ നിങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി അവർ വരും. എന്റെ നാമത്തിൽ പലരും വന്ന് നിങ്ങളെ വഴിതെറ്റിക്കും. അവസാന നാളുകളില്, അന്ത്യകാലഘട്ടങ്ങളില് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും. ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വന്ന് വഴിതെറ്റിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം അവരിൽ നിന്ന് വരുന്നതാ, പരിശുദ്ധാത്മാവിൽ നിന്നല്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് വചനാധിഷ്ഠിതമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 54-ാമത്തെ തിരുവചനം തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം
6 അതിന്റെ 54 മുതലുള്ള തിരുവചനങ്ങള്. ഈശോ പറയുകയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈശോ പറയുന്നത്, എന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാനം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പൊ ഈശോയുടെ ശരീരവും രക്തവും നമുക്ക് നിത്യജീവന് ഭക്ഷണമായിട്ട് നമുക്ക് നൽകിയിട്ട് പോയിരിക്കുകയാണ് കർത്താവ്. ദൈവം അതിനുവേണ്ടി തന്നെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അനേകം ദൈവമക്കള്, അനേകം മനുഷ്യർ രക്ഷയിലേക്ക് കടന്നു വരണമെങ്കിൽ യേശുവിന്റെ ശരീരത്താലും രക്തത്താലും മാത്രമേ അവർക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് യേശു ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത്. ഈശോ ഇത് പറയുന്നത് ആരോടാണ്? ശിഷ്യന്മാരോട്, ശിഷ്യ സമൂഹത്തോടാണ് ഈ കാര്യങ്ങൾ പറയുക. അപ്പൊ ഈശോ സ്ഥാപിച്ച ഒരു സഭയുണ്ട്, കർത്താവ് സ്ഥാപിച്ച ഒരു സഭയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് 16 18, 19 തിരുവചനങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ ഈശോ വന്നിട്ട് അവിടുന്ന് ഒരു സഭ തന്നെ സ്ഥാപിച്ചു. അത് പത്രോസിലൂടെയാണ് അവിടുന്ന് സ്ഥാപിക്കുക. പത്രോസ് ആകുന്ന പാറമേല് പത്രോസിനോട് പറയുകയാണ്, നീ പാറയാകുന്നു, കാരണം നിന്നെ ആർക്കും തകർക്കാൻ സാധിക്കുകയില്ല. അവിടെ ആദ്യത്തെ മാർപ്പാപ്പായ്ക്ക് രൂപം വന്നു, അതായത് സഭയുടെ അധികാരി പത്രോസ്. ഈശോ സ്ഥാപിച്ച സഭയുടെ അധികാരി പത്രോസാണ്. ഈ പത്രോസിനെയോ ഈശോ സ്ഥാപിച്ച സഭയെയോ ആർക്കും തകർക്കാൻ സാധിക്കില്ല. അത്രമാത്രം പാറ പോലെ ഉറപ്പുള്ളതായിരിക്കും ഈ സഭ എന്ന് ക്രിസ്തു അവിടെ ശിഷ്യന്മാരോട് പറയുക. വീണ്ടും പറയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ആർക്കാണ്? പത്രോസിന്. പത്രോസിലൂടെയാണ് ഈശോ ആ സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത്. എന്നിട്ട് പറയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും, പത്രോസിന് കൊടുക്കും എന്ന് പറയും. ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോ പത്രോസിന് ഒരു അധികാരം കൊടുത്തുകൊണ്ട് ഈശോ സഭയ്ക്ക് രൂപം നൽകി. ഈ പത്രോസിന്റെ പിൻഗാമികളാകുന്ന ഈ സഭയോട് ചേർന്ന് നിൽക്കാത്തവർക്ക് ആർക്കും യേശുവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഈശോ പറയുക, നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും. കാരണം നീയാണ് യഥാർത്ഥ സഭ. ഈ സഭയിൽ നിന്ന് നീ ആരെയെല്ലാം മാറ്റിവിടുന്നോ, അല്ലെ ആരെയെല്ലാം സ്വീകരിക്കുന്നോ, നീ സഭയിലോട്ട് ആരെയെല്ലാം സ്വീകരിക്കുന്നോ അത് സ്വർഗത്തിലും അതുപോലെ സ്വീകരിക്കപ്പെട്ടിരിക്കും. നീ ആരെയെല്ലാം സഭയിൽ നിന്ന് മാറ്റിക്കളയുന്നുവോ അത് അവിടെ സ്വർഗത്തിലും അവരെ മാറ്റി നിർത്തിയിരിക്കും. നീ എന്ത് ചെയ്യുന്നു? സഭയുടെ അധികാരി ഈ പത്രോസ് നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ സഭയിൽ ഞാനും ചെയ്യുവാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, സഭ തുടങ്ങിയതിന് ശേഷം ഈ പത്രോസിലൂടെ സഭ ആരംഭിച്ചു. പത്രോസിന്റെ അനുയായികളും മറ്റ് ശിഷ്യന്മാരുണ്ട്. ഈ ശിഷ്യന്മാരിലൂടെ സഭ വളർന്നു. അനേകം വ്യക്തികളിലൂടെ പത്രോസ് രക്തസാക്ഷിക്കായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിൻഗാമികളിലൂടെ സഭ വളർന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് സഭ 2000 വർഷം കൊണ്ട് ലോകം മുഴുവൻ പടർന്നു പിടിച്ച്, അത്രമാത്രം വേഗത്തിൽ പടർന്നു പിടിച്ച സഭ, ക്രിസ്തുവിന്റെ യഥാർത്ഥ സഭ, അത് പാറ പോലെ ഉറച്ച സഭ. ഈ സഭയിൽ നിന്ന് അനേകം പേര് വിട്ടും പോയിട്ടുണ്ട്. കാരണം പിശാച് അവരെ എല്ലാം സഭയിൽ നിന്ന് വേർപെടുത്തിയിട്ടുണ്ട്. ആ വേർപെട്ടു പോയവര് ഇത് ഞങ്ങളുടെ സഭയാണ് യഥാർത്ഥ സഭ, ഞങ്ങളുടെ സഭയാണ് പരിശുദ്ധാത്മാവിന്റെ സഭ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പേരും പരിശുദ്ധാത്മാവിന്റെ പേരൊക്കെ ഇട്ടുപോയ സഭകളൊന്നും പത്രോസിന്റെ സഭയോട് ചേർന്ന് നിൽക്കുന്നവരല്ല. അവർ സ്വതന്ത്രരായിട്ട് സഭയിൽ നിന്ന് വിട്ടുപോയി. സഭയിൽ നിന്ന് വിട്ടപ്പോൾ തന്നെ അവർ സ്വർഗവുമായിട്ടുള്ള ബന്ധം അവർക്ക് നഷ്ടമായി. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിജാതീയര് ബലി അർപ്പിക്കുന്നത് പിശാചിനാണെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വിജാതീയർ എന്ന് പറയുന്നത് പത്രോസ് ആകുന്ന പാറമേൽ പണിത സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെല്ലാവരും വിജാതീയരാണ്. അത് ക്രിസ്ത്യാനി എന്നുള്ള വാക്കല്ല. ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് യഥാർത്ഥത്തില് ഈ പത്രോസിലൂടെ വന്ന സഭയ്ക്ക് മാത്രം നൽകപ്പെടേണ്ടതാണ്. അതിനുശേഷം അവിടുന്ന് വിട്ടുപോയവരൊന്നും ക്രിസ്ത്യാനികളല്ല. അവരെല്ലാം പല പേരിലും ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നെങ്കിലും അവരാരും ക്രിസ്ത്യാനികളാൾക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പത്രോസിലൂടെ ദൈവം അധികാരപ്പെടുത്തിയ ആ സഭയാണ്. അതുകൊണ്ടാണ് ഈ സഭയിൽ നിന്ന് വിട്ടവരെല്ലാം വിജാതീയരാണ്. ഈ സഭയിൽ നിന്ന് വിട്ടുപോകുന്നവര് അവർ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ്. അവർ ബലി അർപ്പിക്കുന്നത് പിശാചിനാണെങ്കിൽ നോക്കുക, ആ ബലിയർപ്പണമെല്ലാം അവർ പല നാമത്തിലും പിശാചുക്കൾക്ക് അർപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ മുൻപ് വായിച്ച വചനം, യോഹന്നാന്റെ സുവിശേഷം 6 തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും.
ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ ജീവിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. വചനം പ്രഘോഷിച്ച് നടന്നാൽ യേശു ക്രിസ്തുവിലൂടെ ജീവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മറിയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധരെ തള്ളി പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്ന് വിട്ട് വചനപ്രഘോഷണമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും യേശുവിൽ ജീവിക്കുകയില്ല. അവർ സഭയിൽ നിന്ന് പുറത്താ. യേശുവിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. പത്രോസിന് കൊടുത്ത ഈ അധികാരത്തിലൂടെ യേശുവിന്റെ ശരീരവും രക്തവും സഭയിലൂടെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ യേശുവുമായിട്ട് ഒന്നുചേരാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് വീണ്ടും പറയുകയാണ് 58-ാമത്തെ തിരുവചനം, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികള്, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ എന്നേക്കും ജീവിക്കും. ഈ സഭ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ രൂപപ്പെട്ട, വിശുദ്ധ പത്രോസിലൂടെ രൂപപ്പെട്ട യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയാണ്. ഈ പരിശുദ്ധ അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിന്നപ്പോൾ ആ കുരിശിന്റെ ചുവട്ടില് ഒരേ ഒരു ശിഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊരു മനുഷ്യനും മരിക്കാൻ പോകുന്നതിന് മുമ്പ് പല ആഗ്രഹങ്ങളുണ്ടാവും. എന്നാൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് തന്റെ ദൗത്യം പൂർത്തിയാക്കി അവസാന ആഗ്രഹമായിട്ട് ഈശോ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, പരിശുദ്ധ മറിയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വിശുദ്ധ യോഹന്നാനെ നോക്കിക്കൊണ്ട്, സഭയുടെ പ്രതീകമായ യോഹന്നാൻ. അവിടെ പത്രോസ് ഇല്ലായിരുന്നു. പത്രോസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പത്രോസിനോട് പറഞ്ഞാനെ ഇതാ നിന്റെ അമ്മയെന്ന്. പക്ഷെ പത്രോസ് അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് യോഹന്നാനോട് പറയുകയാണ്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. ഇതാ നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ യേശു തന്റെ അമ്മയെ വിൽക്കുകയല്ല ചെയ്യുന്നത്. ചില സഭക്കാർ പറയുന്നുണ്ട്, യേശുവിന്റെ അമ്മയുടെ ഉത്തരവാദിത്തം അവിടെ കൊണ്ട് തീർന്നു, അതുകൊണ്ട് യേശു തന്റെ അമ്മയെ യോഹന്നാന് കൊടുത്തു, ഇനി അമ്മേനെ കൊണ്ടേ വളർത്തിക്കൂ, ഇനി അമ്മയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ യേശു പറഞ്ഞ വചനം യേശു തന്നെ ലംഘിച്ചു എന്ന് ഞാൻ പറയും. കാരണം മാതാപിതാക്കളെ ബഹുമാനിക്കുക, കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടാണ് ക്രിസ്തു മരിക്കുന്നത്? ഒരിക്കലുമല്ല. കൽപ്പന അനുസരിച്ച് തന്നെ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധ അമ്മയെ തന്റെ സ്വന്തം അമ്മയായിരുന്ന, തന്റെ സ്വന്തം സ്വർഗത്തിലെ അമ്മയായിരുന്ന, ഭൂമിയിലെ അമ്മയായിരുന്ന ഈ അമ്മയെ സഭയ്ക്ക് മാതാവായി നൽകിക്കൊണ്ട്, യോഹന്നാന് മാതാവായി നൽകിക്കൊണ്ട് ഇതാ ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ജീവൻ വെടിയുകയാണ്. അതുകൊണ്ടാണ് ഈശോയുടെ ഉയർപ്പിന് ശേഷം പത്രോസും യോഹന്നാനും ഒരുമിച്ച് ഓടി കല്ലറയിൽ വന്നു. എന്നാൽ യോഹന്നാൻ ആദ്യം കല്ലറയിൽ എത്തിയതുകൊണ്ട് യോഹന്നാൻ വേണമെങ്കിൽ അകത്ത് കയറി നോക്കാമായിരുന്നു. പക്ഷെ യോഹന്നാൻ അവിടെ നിന്നു. കാരണം സഭയുടെ അധികാരി ആരാ? പത്രോസ്. യോഹന്നാൻ അവിടെ നിന്നു. യോഹന്നാൻ അവിടെ നിന്നതിന് ശേഷം പത്രോസ് വരാൻ കാത്തു നിന്ന് പത്രോസാണ് ആദ്യമായിട്ട് ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുവാൻ, പത്രോസിനെയാണ് യോഹന്നാൻ അകത്തേക്ക് കയറ്റി വിടുക. അതിനുശേഷമാണ് യോഹന്നാൻ അകത്ത് പ്രവേശിക്കുക. എന്നിട്ട് ഇവരെല്ലാം ആരോടുകൂടിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? പരിശുദ്ധ അമ്മയോട് ചേർന്നാണ്. അപ്പോസ്തല പ്രവർത്തനം വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സെഹിയോനൊട്ടിച്ചറയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു മനസ്സോടുകൂടി അവർ പ്രാർത്ഥിച്ചു. ഈ യോഹന്നാൻ തന്റെ യേശുവിന്റെ അമ്മയെ സ്വന്തം വീട്ടിലോട്ടല്ല കൊണ്ടുപോയത്, സഭയിലേക്കാണ് കൊണ്ടുപോയത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവര് ആ അപ്പസ്തോലന്മാർ അടങ്ങുന്ന ആ സഭയിലേക്കാണ് പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് പരിശുദ്ധ അമ്മയുടെ മക്കളാണ് സഭയുടെ മക്കൾ. ഈ സഭയിലുള്ളവരെല്ലാവരും അമ്മയുടെ മക്കളാണെന്നുള്ളൊരു ബോധ്യം യോഹന്നാൻ ഉണ്ടായിരുന്നു, അപ്പസ്തോലന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മയോട് ചേർന്ന് അവർ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നവർ, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണുന്നവര്, യേശുവിന്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണുന്നവര്, അവർ സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിന് സാധിക്കുകയുള്ളൂ. അല്ലാത്തവര് സഭയിൽ നിന്ന് വിട്ടുപോകും. അവർക്ക് പരിശുദ്ധ അമ്മയെ വേണ്ട, അവർക്ക് യേശുവിനെ മാത്രം മതി എന്ന് പറയുമ്പോൾ യേശു ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നതല്ല. കുരിശിൽ കടന്നുകൊണ്ട് തന്റെ ഇഷ്ടങ്ങള് അവിടുന്ന് അറിയിച്ച യേശു അമ്മയെ വേണ്ട, യോഹന്നാൻ പറഞ്ഞില്ല എനിക്ക് അമ്മയെ വേണ്ട, നിന്നെ മാത്രം മതി എന്ന് യോഹന്നാൻ അവിടുന്ന് പറഞ്ഞില്ല. യോഹന്നാൻ ആ അമ്മയെ സ്വീകരിച്ചു. ഈ ഒരു മനോഭാവമായിരിക്കണം സഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടത്. ക്രിസ്തു നമുക്ക് ഈ സഭയിലായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, പത്രോസിലൂടെ തലമുറ കൈമാറി വന്ന എല്ലാ വ്യക്തികൾക്കും തരുന്ന ആ പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയെ സ്വീകരിച്ചുകൊണ്ട് ഭാഗ്യവതി എന്ന് അവളെ നിത്യം പ്രകീർത്തിക്കണമെന്ന് ദൈവപുത്രനായ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മറിയം ഒരു സാധാരണ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഈ ഭൂമിയിൽ തീരുന്ന ഒരു അവസ്ഥയല്ല പരിശുദ്ധ മറിയം. അത് സ്വർഗത്തില് ഇപ്പോഴും
യേശുവിന്റെ അമ്മയായി തന്നെ, സഭയുടെ അമ്മയായി തന്നെ, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി തന്നെ ഇന്നും ജീവിക്കുന്നവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ടാണ് നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ നെഞ്ചിലേക്ക് വെടിയേറ്റപ്പോൾ മാർപ്പാപ്പ വീഴാൻ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. അത് ആ സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോ കഴുകിയപ്പോൾ അതിന്റെ പ്രിന്റിൽ തെളിഞ്ഞു വന്ന ഒരു കാര്യമാണ് പരിശുദ്ധ മറിയം ഈ മാർപ്പാപ്പേനെ ഇങ്ങനെ കൈകൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നു. അതുപോലെ പരിശുദ്ധ മറിയം പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. ചിലരൊക്കെ പറയും പരിശുദ്ധ മറിയം അത് പിശാചാണ്. ഒരിക്കലും അല്ല. പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം, യേശു പറയുന്നത് അനുസരിക്കുക, യേശുവിന്റെ വചനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. അന്ത്യകാലഘട്ടത്തിലെ കുറിച്ചുള്ള സന്ദേശങ്ങളൊക്കെ വചനത്തിന് അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധ മറിയം പറയുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മേനെ, പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് കർത്താവ് പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു തരിക. ഈ സഭയിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടുതൽ സംഭവിക്കുക. അത് ദൈവത്തെ അറിയാനും ദൈവത്തെ സ്നേഹിക്കാനും അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനും ദൈവ മനുഷ്യനായി വളരുവാനും വേണ്ടിയിട്ടാണ് ഈ സഭയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ, മധ്യസ്ഥതയിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും. അതുപോലെ തന്നെ സഭയിൽ വിശുദ്ധരായി ജീവിച്ച വ്യക്തികളിലൂടെ തന്നെ ദൈവം അനേകം അത്ഭുതങ്ങൾ സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ മുടിച്ചൂടി നിൽക്കുന്ന ഈ സഭയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കും സ്വർഗരാജ്യം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ 58 6-ാം അധ്യായം അതിന്റെ 58-ാമത്തെ തിരുവചന പ്രകാരം പറയുന്നു, ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, അവനൊരിക്കലും മരണമില്ല. അപ്പൊ ക്രിസ്തുവിലൂടെ ജീവിച്ചാൽ മാത്രമേ അവന് മരണമില്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ സഭയോട് ചേരാതെ, സഭയിൽ നിന്ന് വിട്ട്, ഈ യേശുവിന്റെ ശരീരവും രക്തവും പാനം ചെയ്യാതെ സഭയെ ഉപേക്ഷിച്ചു പോയവർക്ക് ഒരിക്കലും നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുകയില്ല എന്നാണ് തിരുവചനം പറഞ്ഞു വെക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരരെ, നമുക്ക് ഈ മാസം സെപ്റ്റംബറിൽ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ആഘോഷിച്ച് അതുപോലെ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അടുത്തത് പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമാണ്. ജപമാലയെ കുറിച്ച് ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ. പരിശുദ്ധ അമ്മ, ഞാൻ ആദ്യം പറഞ്ഞു, സ്വർഗവുമായിട്ടുള്ള ബന്ധം അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഒരു വ്യക്തി സ്വർഗവുമായിട്ട് ബന്ധമുണ്ടാവുന്നത്. നമ്മൾ സ്ഥൈര്യലേവനം സ്വീകരിക്കുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതും. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് വചനം വായിക്കുവാനോ വചനം ജീവിക്കുവാനോ സ്വർഗവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാവും. എങ്കിൽ ഈ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം നമുക്ക് നിലനിർത്തണമെങ്കിൽ, ഈശോ പറഞ്ഞ പോലെ ഇതാ നിന്റെ അമ്മ, ആ അമ്മയുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണമെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്കും പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധം ഉണ്ടാകാൻ സാധിക്കില്ല. ഞാനൊരു നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ വീട്ടിൽ പ്രകാശം ഉണ്ടാകണമെങ്കിൽ, വൈദ്യുതി ഉണ്ടാകണമെങ്കിൽ, ഈ വൈദ്യുതിയിലൂടെ ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ആ വൈദ്യുതി ലഭിക്കുന്ന പവർ ഹൗസുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതിന് കമ്പി, ആ ലൈൻ കമ്പിയായിട്ട് കണക്ട് ചെയ്യണം, കേബിള് കണക്ട് ചെയ്താൽ മാത്രമേ ആ ബന്ധം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ജപമാല ചെല്ലുന്നതിലൂടെ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഡൊമിനിക്കിലൂടെ, വിശുദ്ധ ഡൊമിനിക്കിലൂടെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ ജപമാല നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ, ആഴമായ ബന്ധത്തിന്റെ അടയാളമാണ് ജപമാല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ സംരക്ഷണം ഉണ്ടാകും. ഇത് പറയുമ്പോൾ ചിലർ പറയും, അമ്മയുടെ സംരക്ഷണം എന്തിനാ, ദൈവത്തിന്റെ സംരക്ഷണം പോരെ നമുക്ക്, ദൈവത്തിന്റെ സംരക്ഷണം പോരെ. ദൈവത്തിന്റെ സംരക്ഷണം നമുക്കുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ ദൈവം നമുക്ക് തന്ന പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തില് നീ സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ ഭൂമിയിൽ ജനിക്കുന്നവരും ജീവിക്കുന്നവരെല്ലാം പാപികളാണ്. അത് പിശാചിന്റെ അടിമത്തത്തിലാണ്. എന്നാൽ ഈ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുന്നത് പരിശുദ്ധ അമ്മയും മാലാഖമാരുമാണ്. നമുക്കൊരു കാവൽ മാലാഖയുണ്ട്. ഈ കാവൽ മാലാഖയുടെ റാണിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് സഭ മാലാഖമാരുടെ രാജ്ഞി എന്ന് ഈ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുക. അപ്പോൾ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെയും സാത്താന് തൊടാൻ സാധിക്കില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും സാത്താന് തൊടാൻ സാധിക്കില്ല. കാരണം ഈ സാത്താന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാൻ സാത്താന് ഭയമാണ്. ഒരിക്കലും സാത്താന് പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം പരിശുദ്ധ അമ്മ അത്രമാത്രം ശക്തിയുള്ള
സ്വർഗവുമായിട്ട് അത്രമാത്രം ബന്ധമുള്ള, ക്രിസ്തുവുമായിട്ട് അത്രമാത്രം ബന്ധമുള്ള വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് മറിയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്കും പിശാചിന്റെ പ്രലോഭനങ്ങളെ നേരിടാൻ അവർക്ക് ശക്തി ഉണ്ടാകും. പരിശുദ്ധയമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്കും പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ അടയാളം, ഒന്നാമത്തെ അടയാളമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അവർ പരിശുദ്ധ അമ്മ പറയുന്നത് സ്വീകരിക്കും. ആ അമ്മയിലൂടെ ക്രിസ്തുവിലേക്ക് എന്നുള്ള ആ ഒരു ചിന്താഗതി അവരിലുണ്ടാകും. സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ, യേശുവിനോട് ചേരുന്നതിലൂടെ മാത്രമേ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ അടുക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, യേശു ക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാതെ നമുക്ക് സാധിക്കുകയില്ല. ഈ സഭയിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാതെ നമുക്കൊരിക്കലും യേശുവിനെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. ഇനി അങ്ങനെ സ്വന്തമാക്കാമെന്നും ധരിക്കുന്നവര് അവർ പിശാചിന്റെ സന്തതികളാണ്. അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെ. അതുകൊണ്ട് ഓർക്കുക, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസം ജപമാല മാസമാണ്, ഒക്ടോബർ മാസം. അതിന്റെ സഭയൊക്കെ നൽകുന്നത്, ഈ ജപമാല മാസം നമുക്ക് നൽകുന്ന കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനാണ്. നമ്മൾ എത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളൊക്കെ ഒത്തിരി ലഭിക്കുക. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയോ അത്ഭുതങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്, അമ്മയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഈ വരുന്ന മാസങ്ങളിൽ തൊട്ട് ജപമാല ഭക്തിയിൽ നമുക്ക് വളരാം. അമ്മയോടുള്ള ഭക്തിയിൽ വളരുമ്പോൾ, അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കും. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ അമ്മയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.